കളിക്കല്ലോ. സ്വപ്ന ഉണ്ടാക്കിയത്. ആണോ? അത് ശരി. അപ്പൊ നീ മനസ്സ് വെച്ചാ എന്തോ ഉണ്ടാക്കല്ലേ? നന്നായിട്ടുണ്ടല്ലേ മേ? നിങ്ങളിരിക്കും. ഹലോ, കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്ത് പരിപാടിയാ? ഒരു കുടുംബമാവുമ്പോ എല്ലാരും ഒരുമിച്ച് കഴിക്കണ്ടേ? ചെന്നിരിക്കെ. ഇതെന്താ ചേച്ചി അനിയത്തിയും കൂടെ വഴക്കൂടിയോ? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല ഗിരിയേട്ടാ. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഞാൻ പോയില്ലെങ്കിലും പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് പോരെ? ഞാൻ 2 ദിവസം കോളേജിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ ഉഴപ്പാണെന്ന് എല്ലാവരുടെയും വിചാരം. ഞാൻ കഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഡോക്ടർ ആവാൻ വേണ്ടി തന്നെയാ. എന്നെ ഉപദേശിക്കാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? മഹിമേ, നിർത്ത. ഗിരിയനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. മഹിമേ, ഏയ് നിർത്ത്. എന്താ ഇത്? ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് വഴക്ക് വേണ്ട. ഇവള് പറഞ്ഞത് ഗിരിയേട്ടൻ കേട്ടില്ലേ? സാരമില്ല, അവൾ എന്തോ ടെൻഷനില്ല. അതവളെ കണ്ടാൽ അറിയാം. അത് മനസ്സിലാക്കാതെ നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോ അവളുടെ നിയന്ത്രണം വിട്ടുപോയി കാണും. അത്രേ ഉള്ളൂ. നീ സമാധാനമായിട്ട് കഴിക്ക്. ഇനി ആരും ഒന്നും ചോദിക്കില്ല. പിന്നെ നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഞങ്ങളടുത്ത് വന്നാ മതി. ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ? ഓക്കെ. ഐ എം സോറി. സാരമില്ല. കഴിക്ക. നല്ല അടിപൊളി ചിക്കൻ കറിയാ. സ്വപ്നം ഉണ്ടാക്കിയതാ. എങ്ങനുണ്ട്? കൊള്ളാം. ദേ ഈ പറഞ്ഞതേ നിനക്കൊരു അവാർഡ് കിട്ടിയതുപോലെയാ.